ബാറിൽ നിന്നും മദ്യപിച്ചു വരുന്നവരുടെ വാഹനങ്ങൾ പരിശോധിക്കരുതെന്ന വിവാദ ഉത്തരവ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പിൻവലിച്ചു. വിമർശനം ഉയർന്നതോടെയാണ് ഉത്തരവ് പിൻവലിച്ചത്. ഇന്നലെ രാവിലെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശീന്ദ്രൻ SIPS വിവാദ ഉത്തരവിറക്കിയത്. പോലീസിന്റെ വാഹന പരിശോധനയും പെട്രോളിംഗും നടത്തുന്ന സമയങ്ങളിൽ അംഗീകൃത ബാറുകളുടെ ഉള്ളിൽ നിന്നോ അവയുടെ അധികാരപരിധിയിൽ നിന്നോ മദ്യപിച്ച് ഇറങ്ങുന്ന വ്യക്തികളെ പിടികൂടരുതെന്ന് നിർദ്ദേശിക്കുന്ന ഉത്തരവാണ് പുറത്തിറക്കിയത്. മദ്യപിച്ച് വാഹനമോടിക്കൽ നിയമവിരുദ്ധമാണ്. ബാറിൽ നിന്നും മദ്യപിച്ച് വാഹനം ഓടിച്ചു പോകുന്നവരെ പരിശോധിക്കരുതെന്ന ഉത്തരവ് സേനക്കുള്ളിൽ വലിയ ചർച്ചയായി. വൈകുന്നേരത്തോടെ ഉത്തരവ് പിൻവലിച്ചു. ബാറിനകത്ത് കയറി പിടികൂടരുതെന്നാണ് ഉദ്ദേശിച്ചതെന്നും ഉത്തരവ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പിഴവാണെന്ന വിശദീകരണമാണ് SP-യുടെ ഓഫീസ് നൽകുന്നത്. മീഡിയ 1 മലപ്പുറം. റാഗി കൃഷിയിൽ നൂറുമേനി വിളയിച്ച ആദിവാസി കർഷകർ. ഇടുക്കി ശാന്തൻപാറ ആടുവിളാന്താൻകുടിയിലെ ഗോത്ര സമൂഹമാണ് 10 ഏക്കറിൽ റാഗി കൃഷി ചെയ്യുന്നത്. പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്. കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മതികെട്ടാൻ ചോലയുടെ താഴ്വരയിൽ നിന്നുള്ള കാഴ്ചകളാണിത്. തരിശായി കിടന്ന ആടുവിളന്താൻ മലനിരകളിൽ കഴിഞ്ഞ 3 വർഷമായി റാഗി കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച വിളവും ലഭിക്കുന്നുണ്ട്. ഗോത്ര സമൂഹത്തിന്റെ പ്രധാന ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് റാഗി. കുടിയിലെ 15 പേരടങ്ങുന്ന കർഷക കൂട്ടായ്മയാണ് അന്യം നിന്നുപോയ റാഗി കൃഷിക്ക് പുനർജീവൻ നൽകിയത്. റാഗി കൃഷി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൃഷി വകുപ്പിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ശാന്തൻപാറ കൃഷി വരിലും നമ്മുടെ KVK മുഖാന്തരമായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ വഴിയായിട്ടും നല്ല നമുക്ക് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 5 വരെ ഇനം റാഗി ചെയ്തിട്ടുണ്ട്. ഉപ്പുമെല്ലിച്ച് ഇന്ന് പിന്നെ ചങ്ങല, നീലവാണി, പച്ച, അങ്ങനത്തെ ഒരു ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. മാർച്ച് മാസം നിലമൊരുക്കി ജൂൺ മാസത്തിൽ വിത്തിറക്കും. 6 മാസം കൊണ്ട് പാകമാകുന്ന റാഗിയുടെ വിളവെടുപ്പ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കും. നീലവാണി, ചൂണ്ടക്കണ്ണി, ഉപ്പുമെല്ലിച്ചി, പച്ചമുട്ടി, ചങ്ങല തുടങ്ങിയ വിത്തിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ ഇവർക്ക് റാഗി കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡി ഒരു ഹെക്ടറിന് 20,000 രൂപ എന്ന നിരക്കിൽ ഇവർക്ക് സബ്സിഡിയാണ് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത വർഷം അവർക്ക് വിത്ത് വേണമെങ്കിൽ വിത്ത് ഇറക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കൃഷി വ്യാപിക്കാനാണ് കൃഷി വകുപ്പ് ആലോചിക്കുന്നത്. ഭേദമില്ലാത്ത ഇവിടുത്തെ കുറച്ച് കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാലും അവർക്ക് വലിയ മോശമില്ലാത്ത വിളവ് തന്നെ ലഭിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യവും മൂടൽമഞ്ഞും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനാണ് കർഷകരുടെ തീരുമാനം. മീഡിയ 1 ഇടുക്കി.